സർ, കഴിഞ്ഞ ദിവസം അഖിൽമാരാരുടെ ഒരു പോസ്റ്റ് ഭയങ്കര വിവാദമായിരുന്നു. ഈ പ്രവൃത്തി രാജ്യദ്രോഹപരമാണോ? എന്തായിരിക്കും അതിന് കിട്ടുന്ന ശിക്ഷ? ഇതൊന്നും അങ്ങനെയൊന്നും ഒരു 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 ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങളുടെ മുമ്പിലുള്ള തർക്കത്തിന് നമ്മളവിടെ ബലൂചിസ്ഥാനിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് അവിടുത്തെ സമൂഹമായിട്ട് കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ ബംഗ്ലാദേശിൽ നടന്നത്? ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് 1947 കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ആൾക്കാർ പറയാം. അവിടുത്തെ ആൾക്കാർക്ക് ജോലിയില്ല, അവർക്ക് വരുമാനമില്ല, അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, അവർ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ലോകരാഷ്ട്രങ്ങൾ പോയിട്ട് ലോകത്തുള്ള മറ്റുള്ള അവരുടെ അടുത്തുള്ള നൈബറിങ് കൺട്രീസുമായിട്ടും അവർക്ക് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു താരതമ്യം പെടുത്താനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അത് തന്നെയാണ് ബലൂചിസ്ഥാൻ സംഭവിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ നല്ല കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ എടുത്ത് അവരുടെ വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു. മറ്റു പല രാജ്യങ്ങളും മറ്റു പല സംസ്ഥാനങ്ങളും അതിൻ്റെ അകത്തുള്ള അവർക്ക് സിന്ധ് പിന്നെ പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഇഷ്ടംപോലെ സാധനങ്ങൾ എത്തിക്കുന്നു. അവിടെ ഒരു പരിധിവരെ അവരുടെ പിന്നെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സഹായിക്കുന്നു, അവരുടെ എക്കോണമി വളർത്താൻ സഹായിക്കുന്നു. എത്രമാത്രം വളർന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതും അവർ മോശമായിട്ട് തന്നെയാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ കാണുന്നത്. എന്നാൽ തന്നെയും ഒരു പരിധിവരെ അവർക്ക് വളർത്താൻ സാധിച്ചുവെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ബലൂചിസ്ഥാനിൽ ചിലവാക്കാൻ അവർക്ക് സാധിച്ചുകൊണ്ട് ചോദിച്ചാൽ ബലൂചിസ്ഥാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ബലൂചിസ്ഥാനിലുള്ള ആൾക്കാർ പാകിസ്ഥാനെതിരിട്ട് തിരിഞ്ഞുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ബലൂചിസ്ഥാനെ അവർ നെഗ്ലക്റ്റ് ചെയ്ത് ഒന്നും കൊടുക്കാത്ത ഒരു ഒരു സംസ്ഥാനമാക്കി വെച്ചു. അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവർ ചെന്ന് തട്ടി നിൽക്കുന്ന ചുവരിൽ നിന്ന് പുറകിലോട്ട് പോകാൻ ഇനി സ്ഥലമില്ലാതെ വന്നപ്പോഴാണ് അവർ തിരിച്ചടിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അത് തന്നെയാണ് ബലൂചിസ്ഥാൻ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബലൂച്ചീസ് അവിടെ വളരുകയാണെങ്കിൽ അവിടെ വേറെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ചെന്ന് ഉണ്ടാക്കിയ പ്രശ്നമൊന്നുമല്ല അവിടെ. അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അത് സഹിക്കേണ്ടി വരും. ബലൂച്ചുകൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ, അവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിന് എതിരായിട്ട് നീങ്ങും എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. പാകിസ്ഥാനല്ല ബലൂചിസ്ഥാൻ. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് പിന്നാലെ പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി ബലൂച്ച് നേതാവ് രംഗത്ത് വന്നിരുന്നു. വരും കാലങ്ങളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പാകിസ്ഥാൻ എങ്ങനെ അഭിമുഖീകരിക്കും? സത്യം പറഞ്ഞാൽ ഈ ബലൂച്ചിൻ്റെ BLA ബലൂച്ച് പിന്നെ ആർമിയുടെ ലിബറേഷൻ ആർമിയുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യക്ക് വളരെ അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാകിസ്ഥാൻ അവിടെ ഒരു ഭീകരാക്രമണത്തിൻ്റെ എതിരിൽപ്പെട്ട് നമ്മളോട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളോട് അവരുടെ വെപ്പൻറിയൊക്കെ ഉപയോഗിച്ച് നമുക്കെതിരായിട്ട് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ അവരുടെ അകത്ത് തന്നെ ഉള്ള ഒരു സ്റ്റേറ്റ്, ഒരു ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അവർക്കെതിരായിട്ട് നീങ്ങുമ്പോൾ അവരുടെ വിന്യസിക്കാൻ പോകുന്ന പട്ടാളത്തിൻ്റെ ഒരു പരിധി അങ്ങോട്ടും മാറ്റേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടുണ്ട്. ആ കോൺസെൻട്രേഷൻ അവർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് മുഴുവനായിട്ടുള്ള അവരുടെ പാകിസ്ഥാൻ ആർമിയുടെ ഒരു പിന്നെ അറ്റാക്കിങ് നമ്മുടെ അകത്തോട്ട് വരാൻ അവർക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇത് തന്നെയാണ് ബംഗ്ലാദേശിലൊക്കെ സംഭവിച്ചത്. ബംഗ്ലാദേശിൽ പാകിസ്ഥാനെതിരായിട്ട് ബംഗ്ലാദേശ് പോയപ്പോൾ ഇന്ത്യയിൽ അവിടെ ചെന്ന് അവരുടെ ഈ മുക്തിബാഹിനി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മളെ സഹായിച്ചൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ബംഗ്ലാദേശ് ഉണ്ടായത് തന്നെ പാകിസ്ഥാനിൽ നിന്ന് മാറി ബംഗ്ലാദേശിൽ നിന്നൊരു രാഷ്ട്രമുണ്ടായത് തന്നെ ഇന്ത്യക്ക് അഭിമാനമായിരുന്നു. അതേപോലെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് മാറി ബലൂചിസ്ഥാൻ എന്നുള്ള ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാകാൻ ഇന്ത്യ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം നമ്മുടെ ഒരു ശത്രു രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ അതിനൊരു ഛിന്ന ഭിന്നമായിട്ടൊരു 3-4 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പോയി നിൽക്കുന്നത് ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ സ്ട്രാറ്റജിയും പിന്നെ നമ്മുടെ ബോർഡറിൻ്റെ ഭദ്രതയ്ക്കുമൊക്കെ അത് നമ്മളെ സഹായിക്കും. പിന്നെ ബലൂചിസ്ഥാൻ എന്നുള്ളത് ഇന്നത്തെ നിലയിൽ നമ്മുടെ ബോർഡർ കഴിഞ്ഞുള്ള പാകിസ്ഥാൻ്റെ ഒരു സംസ്ഥാനമാണ്. അത് പാകിസ്ഥാനെതിരായിട്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്ക് അത് പല മടങ്ങ് നമ്മളെ സഹായിക്കാവുന്ന പല കാര്യങ്ങൾ അതിലുണ്ട്. അതിൻ്റെ ഒരു ചുവട് പിടിച്ച് അല്ലെങ്കിൽ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, POK നമ്മുടെ ഭാഗമാണെന്ന്. അപ്പോൾ ഇതിനോടൊപ്പം അതും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെ 2 കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. ഒന്നെന്താണ് ടെററിസം, 2 POK. ഈ 2 കാര്യങ്ങളെ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പാകിസ്ഥാനോടുള്ളൂ. വേറൊരു കാര്യത്തിൽ നമുക്ക് ചർച്ചയുടെ ആവശ്യമില്ല. അത് സിന്ധു നദീ ജലകരാറിൻ്റെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നതാകാം, മറ്റു പല കാര്യങ്ങളാകാം. നമ്മൾ ഒരു ഡിപ്ലോമസി അവിടെ കാണിക്കുന്ന 2 കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വന്നാൽ അതൊന്ന് POKയും ഒന്ന് നമ്മുടെ ടെററിസവുമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടായി. ബലൂചിസ്ഥാനും POKയും ഒക്കെ മാറിയാൽ അത് ഇന്ത്യക്ക് ഏറ്റവും സ്ട്രാറ്റജിക്കലി നമ്മൾ വളരെ വിജയം വരിച്ചിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും.
സർ, അതുപോലെ തന്നെ ലഫ്റ്റനന്റ് കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മധ്യപ്രദേശ് മന്ത്രിയുടെ പരാമർശങ്ങൾ സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കുന്നതാണ്. ഇതൊക്കെ എപ്പോഴും ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു ആ മന്ത്രി അത് തിരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴ്. പക്ഷേ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പരിധി ഒരു ശാപമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ആൾക്കാർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി സംസാരിക്കാനുള്ള, അതും നമ്മുടെ ഭരിക്കുന്ന കക്ഷിയുടെ തന്നെ ഒരു MP, അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മയോ അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ കാര്യകാരണം മുഴുവനും അറിയാതെ ആയിരിക്കാം അങ്ങനെ സംസാരിച്ചത്. നമുക്കെന്നാൽ ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ സൈന്യത്തിനും നമ്മുടെ സർവീസസിന് അറിയാമെന്നുള്ള ഒരു ഖുറേഷി എന്ന് പറയുന്നത് അവരുടെ ഒരു കഴിവ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ നമ്മൾ ഈ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നതും അവർക്ക് അതിന് തെറ്റുകൾ നല്ലവണ്ണം ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിലൂടെ വളർന്നിപ്പോൾ ഒരു കേണലായിട്ടുള്ള ലേഡി ഇപ്പം ഇന്ത്യയുടെ ഒരു വക്താവായിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു കഴിവുള്ള ലേഡിയായിട്ട് വളർന്നുവെങ്കിൽ അത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. പറയുന്നവർക്ക് എന്ത് വേണോ പറയാം. ആ ലേഡി ഇന്ത്യക്ക് അവർ നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞത് തന്നെ വളരെ ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന അതായത് ഇന്ത്യയെക്കുറിച്ച്, ഈ വാറിനെക്കുറിച്ച്, അവിടുത്തെ എയർ ആസ്പെക്റ്റിനെ കുറിച്ചും ഗ്രൗണ്ട് ആസ്പെക്റ്റിനെ കുറിച്ചും പൊതുവെയുള്ള വാർ സിസ്റ്റത്തിനെ കുറിച്ച് ഈ ലേഡിയും വേറെ നമ്മുടെ വ്യോമാസിംഗ് എന്ന് പറയുന്ന അവർ രണ്ടുപേരും പറഞ്ഞത് വളരെ എത്രയോ നാട്ടുകാർ, എത്രയോ നാഷണലിസ്റ്റ്, എത്രയോ നാഷണൽ ലെവലിലുള്ള ആൾക്കാർ കേട്ടതാണ്. അത് കേൾക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ അവരെയൊക്കെ അവിടെ ഒരു ലേഡിക്ക് പറയാൻ കഴിയുന്നു. ലേഡികൾ ഇന്ത്യയിൽ ആ ഒരു അഭിമാനമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ലേഡിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മളതൊരു അവരുടെ കഴിവുള്ള ഒരു ലേഡിയായിട്ട് തന്നെയാണ് അവതരിക്കുന്നത്. ആ കഴിവ് ഇന്ത്യക്ക് അഭിമാനം തന്നെയായിരിക്കും.